നവകേരള യാത്രയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും മാർച്ചും അത് അടിച്ചമർത്തുന്ന രീതിയുമാണ്. ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ നേരിട്ട് ആലപ്പുഴയിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. പോലീസുകാരെ തള്ളി മാറ്റി ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇന്നിപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കളൊന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് K. സുധാകരൻ്റെ ഒരു പ്രതികരണമൊക്കെ കണ്ടു. ഈ രീതിയിലാണെങ്കിൽ ഞങ്ങൾ ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും കരുതണ്ട എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരമൊക്കെ ഇന്ന് VD സതീശനിൽ നിന്നും പല നേതാക്കളിൽ നിന്നൊക്കെ നമ്മൾ KC വേണുഗോപാലിൽ നിന്നൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഈ ഒരു നവകേരള മാർച്ചിനെതിരായി കോൺഗ്രസിൻ്റെ പ്രതിഷേധം, അതിനുള്ള അടിച്ചമർത്തൽ രീതിയെന്നോണമുള്ള തിരിച്ചടി, അതൊരു പുതിയ ഡൈവേർഷനിലേക്ക് പോകുന്നുണ്ടോ, കൈവിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി സംസാരിക്കുകയാണ് നമ്മൾ. നാസർക്ക് എന്ത് തോന്നുന്നു ഇന്നലത്തെ ആ ദൃശ്യം കണ്ടപ്പോൾ? ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉണ്ടായിരിക്കെ ഇത്തരം പ്രതിഷേധങ്ങളെ ആ രീതിയിൽ നേരിടാനുള്ള ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള വിലയിരുത്തലുകളൊക്കെ കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നും ഇപ്പോൾ ഇവരനുകൂലിച്ചുകൊണ്ട് അവർ ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കണ്ടു. അപ്പോൾ കുറേ കൂടി സർക്കാരിൻ്റെ കൈവിട്ടു പോകുന്നു തോന്നുന്നു. അതിൽ 2-3 കാര്യങ്ങളുണ്ട് സൈഫു. ഒന്ന്, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗൺമാൻ ആണെങ്കിലും അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ ചുറ്റും നിൽക്കുന്ന പിന്നെ ഈ പൈലറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ശരി, അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇവർ പോലീസുകാർ തന്നെയാണ്, പുറത്തുനിന്ന് ആരും വന്നവരല്ല. ഇപ്പോൾ നമ്മുടെ നിയമസഭയിലേക്ക് വാച്ച് ആൻഡ് വാർഡിന് എടുക്കുന്ന പോലെ പോലീസിൽ നിന്ന് എടുക്കുന്നവർ തന്നെയാണ്. ഇപ്പോഴുള്ള കേരള പോലീസിലെ പോലീസുകാരാണ് എന്നും ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ കൂടെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാർ എന്ന് തുടങ്ങിയ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്ന പോലീസുകാർ ആരായിരിക്കുമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പോലീസാണ്. കോൺഗ്രസ്സുകാരുണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാരുടെ കാലത്ത് പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ പോലീസിനെടുക്കുകയും CPMൻ്റെ കാലത്ത് പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പാർട്ടി പിന്നെ ഈ കേഡർമാർ തന്നെ പോലീസിലേക്ക് എടുക്കുകയും ഇപ്പം കഴിഞ്ഞ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ കോലാഹലവും സമരവും തല്ലും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അവിടെ നിന്നുള്ള ആൾക്കാർ പോലീസ് ആ സകലമാന കോലാഹലം ഉണ്ടാക്കിയ ആൾക്കാർ പോലീസ് ലിസ്റ്റിലേക്ക് SI ലിസ്റ്റിലേക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. SI ലിസ്റ്റിൽ പേര് വന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വരുന്ന ഒരു പോലീസ്, ആ പോലീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് വരുന്ന ഗൺമാനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സോ, അവർ ഇങ്ങനത്തെ ഒരു സംഘർഷം നടക്കുമ്പം അവർ ഇറങ്ങി തല്ലും പോലീസുകാരോട്. പിന്നെ ലാത്തി ചോദിച്ചാൽ പോലീസുകാർ ലാത്തി കൊടുക്കും, അവർ തല്ലും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അത് ഈ പിന്നെ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ വികാരപരവും മാനസികവും, അവർ ഇങ്ങനത്തെ ഒരു തല്ല് കണ്ടാൽ തല്ലാതെ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല അവർ. ജീവൻ രക്ഷാ സേനയായി മാറുന്നു. അത് നമ്മൾ മനസ്സിലാക്കാവേണ്ടതാണ്. പക്ഷേ സംഭവം എനിക്ക് തോന്നുന്നത് അതല്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നം, ഈ ജാഥ നടത്തുമ്പം മുഖ്യമന്ത്രിയെ ആണ് ഈ ജാഥ എന്ന് പറഞ്ഞ ആശയം മൂട്ട് ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ ആരാണെങ്കിലും ഈ ജാഥ എന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് വെക്കാം. അതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ പിന്നെ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് ദീർഘമായിട്ട് സംസാരിച്ചത്. അപ്പം ഒക്കെ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുമായിട്ട് സംവാദം നടത്താനുള്ളൊരു വിശാലമായ വേദി ഞങ്ങൾ ഒരുക്കുന്നു എന്നാണ്. സംസ്ഥാനം മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേരിട്ട് ചെന്ന് സംസ്ഥാനത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും ചെന്ന് ക്യാമ്പ് ചെയ്തിരുന്നിട്ട് ജനങ്ങളുമായി സംവദിക്കാൻ ഇത്ര വലിയൊരു ജനകീയ സമ്പർക്ക പരിപാടി നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചത് ഒരു ഗവൺമെൻറ്. പ്രതിപക്ഷത്തിന് അവരുടെ അജണ്ട ഉണ്ടാവും, അവരുടെ ഐഡിയ ഉണ്ടാവും, അവർ ട്രാപ്പ് ചെയ്യും. അതിൽ ഈ ഗവൺമെൻറ് വീണു കൊടുക്കാവോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സംഭവിച്ചത് ജാഥ ഏതാണ്ട് മുക്കാൽ ഭാഗവും സംബന്ധിച്ച് കഴിഞ്ഞപ്പം ഏതാണ്ട് ഇതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് അടുത്തപ്പോഴത്തേക്ക് ഇതൊരു നവകേരള തല്ലിയാത്രയാണ് എന്നുള്ള ഒരു ട്രോളിന് സ്വീകാര്യത കിട്ടി. ഇത് നവകേരള കളരി സംഘം എന്ന് പറയാവുന്ന തരത്തിൽ ഒരു സംഘം തല്ലുകാരെയും കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ തല്ലി നിരപ്പാക്കുന്നു എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് വന്നു. ഇതിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഒരു എന്താ പറയുക, ഒരു കളരി സംഘത്തിൻ്റെ ആശാൻ എന്നുള്ള തലത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ആ തരത്തിൽ ഇത് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് പറഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല. പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നിഷാദ്, ഗൺമാൻ ഇറങ്ങി തല്ലിയത് മോശമായോ? അല്ല, ആരാണ് ഒന്നാമത് ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചാൽ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ വിശ്വാസ്യതയുടെ പാലം പണിയാമെന്ന് സർക്കാരിനെ ഉപദേശിച്ച ആരാണെന്നറിയില്ല. അതെന്തായാലും വളരെ വലിയ വിഭാവനമുള്ള ഒരു സംഗതിയാണ്.
ഈ ഷോ ഡിസൈൻ ചെയ്ത ആരാണെന്നും അറിയില്ല, ഒരു ഏജൻസി ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അവരുടെ പാർട്ടി ഡിസൈൻ ചെയ്തതാണ്, ഒരു സർക്കാർ തന്നെ തീരുമാനിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ പാതി ദൂരവും പിന്നിട്ട് സഞ്ചരിക്കുമ്പോൾ ആ യാത്ര ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നതിനെക്കുറിച്ച് നാസർക്ക് പറഞ്ഞു. അത് ഒരു ചക്രവർത്തി വരികയാണ്, ചക്രവർത്തിയോട് പ്രതിഷേധിക്കുന്ന മുഴുവൻ ആളുകൾക്കുമെതിരെ അക്രമത്തിൻ്റെ വഴിയുണ്ടാവും എന്നൊരു സന്ദേശം ഉണ്ടാക്കുന്നതിലാണോ ഈ യാത്ര വിജയിച്ചത് എന്ന കാര്യം ഇവർ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ യാത്ര നടത്തുന്നത് ഇതിനു വേണ്ടിയാണോ? വഴിയിൽ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി നിരപ്പാക്കുക, അത് വാർത്തയാക്കുക, അത് വീമ്പാക്കി എന്നിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മുടെ അണികൾ ആഘോഷിക്കുക, ഇതാണോ നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഈ യാത്ര എങ്ങനെ കേരളത്തിൽ ചർച്ചയാവണം എന്നാലോചിക്കുമ്പോൾ ഈ യാത്ര എന്തുമാത്രം പ്രൊഡക്റ്റീവ് ആക്കണം, എന്തുമാത്രം ആളുകളോട് സംസാരിക്കണം, ഏതൊക്കെ പുതിയ വിഷയങ്ങൾ സംസാരിക്കണം, ജനങ്ങളുമായി എന്തുമാത്രം ഇടപഴകണം, അതിനാണ് വിസിബിലിറ്റി കിട്ടേണ്ടത് എന്നിരിക്കെ ഇങ്ങനെ വേണ്ടാത്ത സീൻ ഉണ്ടാക്കുകയാണ്. പ്രതിപക്ഷം സത്യത്തിൽ നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നോക്കൂ സേഫ്, പ്രതിപക്ഷം സത്യത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ധൂർത്തിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അവർക്കുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി വിഷയങ്ങളുണ്ട്, ക്ഷേമ പെൻഷൻ മുടങ്ങിയതുണ്ട്, ഒരുപാട് വിഷയങ്ങൾ അവർക്ക് ഉന്നയിക്കാനുണ്ട്. അവർ ഒരു കരിങ്കൊടിയുമായി ഇറങ്ങുന്നു, ഒന്നോ രണ്ടോ പേർ കരിങ്കൊടിയുമായി ഇറങ്ങി പ്രതിഷേധിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സത്യത്തിൽ ഈ യാത്രയോട് അവർ ചെയ്യുന്നുള്ളൂ. കുറച്ചുകൂടി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പ്രതിഷേധ മാർഗ്ഗമോ ഇതിനെതിരെയായിട്ടുള്ള വേറെ ഒരു സംഗതി, ഇപ്പോൾ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നു, പക്ഷേ അതിന് എന്തുമാത്രം വിസിബിലിറ്റി കിട്ടുന്ന ആരെ ആലോചിക്കണം. അപ്പോൾ ഈ ഒരു കരിങ്കൊടി കാണിക്കുക നിരന്തരം ഇതിനെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഈ യാത്രയെ വരവേൽക്കാം, ആ യാത്ര വരുന്ന വഴിയിൽ എങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ സ്വരം കുറച്ചുകൂടി നവീനമായ ആശയത്തോടെ പ്രതിഫലിപ്പിക്കാം എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യണം, അവർ ഈ കരിങ്കൊടി പ്രതിഷേധം എന്ന പരമ്പരാഗത മാർഗം മാത്രം അവലംബിക്കുന്നു. അതിനെ സർക്കാരിന് അവഗണിക്കാൻ കഴിയുമായിരുന്നു, അവഗണിച്ചിരുന്നുവെങ്കിൽ ഈ നിലയ്ക്കുള്ള ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പകരം എന്ത് ചെയ്യാണ്, രണ്ട് പേർ അപ്പുറത്ത് പാടത്തിനപ്പുറത്ത് നിന്ന് കരിങ്കൊടി കാണിച്ചാലും അവനെ തല്ലി നിരപ്പാക്കണമെന്ന വൈരാഗ്യ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ലതല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സമരങ്ങൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരങ്ങളെ തല്ലി നിരപ്പാക്കേണ്ടതാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ദ്രോഹികളാണ്, ദേശദ്രോഹികൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രതിപക്ഷം, സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷം സംസ്ഥാന ദ്രോഹികളാണ്, കേരള വിരുദ്ധരാണ്. അവരെ നമ്മൾ തല്ലി നിരപ്പാക്കണം. പോലീസ് ഇറങ്ങണം, പോലീസ് ഇറങ്ങിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഗൺമാൻ ഇറങ്ങണം, എസ്കോർട്ട് ആൻഡ് പൈലറ്റ് ഇറങ്ങണം, അത് കഴിഞ്ഞിട്ട് ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങണം. എന്നിട്ട് അതൊരു വീരകൃത്യം എന്ന നിലയ്ക്ക്, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് നേരെ ഷുവർ ഉണ്ടായല്ലോ, അപ്പോൾ അതിനെ അവർ തള്ളിപ്പറഞ്ഞു. ചരിത്രത്തിലെ സമരങ്ങളുടെ പരമ്പര എടുത്താൽ ഷുവറല്ല, അതിനപ്പുറം പോയ സമരങ്ങളുണ്ട്. അവരെ പിന്നീട് IFFK വരുന്നൊക്കെ കൂവി ഓടിക്കുന്നുണ്ട്. അത് വേറൊരു മിടുക്കായിട്ടൊക്കെ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നതേ, അപ്പോൾ ഈ സമരങ്ങളെ ഈ നിലയ്ക്ക് അരാഷ്ട്രീയ സമീപനം കൊണ്ടുവരിക, അതിനെ തല്ലി നിരപ്പാക്കുന്നത് വീരകൃത്യമാക്കിയാൽ എല്ലാ കാലത്തും ഭരിക്കാൻ പറ്റുമോ? ഇല്ല. നാളെയും സമരം ചെയ്യേണ്ടി വരും. പോട്ടെ, ഇവിടെ ഭരിക്കുമ്പോൾ വേറെ ഒരിടത്ത് സമരം ചെയ്യേണ്ടി വരും. ആ സമരത്തെ ഇപ്പോൾ നമ്മൾ ഗവർണർക്ക് നേരെ നടത്തിയ സമരത്തെ ഞാൻ ന്യായീകരിക്കേണ്ടി വരിക. നിങ്ങൾ ഗവർണർക്ക് നേരെ നടത്തിയ സമരത്തെ, ആ സമരം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ ഒരു രാഷ്ട്രീയ വിഷയമുണ്ട്, ആ വിഷയത്തെ പരിഹാസ്യമാക്കുന്ന നിലയുണ്ടായത് എങ്ങനെയാണ്? കരിങ്കൊടി സമരത്തെ അപ്പുറത്ത് തള്ളിപ്പറയുക, കൈകാര്യം ചെയ്യുക. ഇപ്പുറത്ത് വന്ന് കരിങ്കൊടി സമരം ഒരു ജെനുവിൻ റീസൺ വേണ്ടി ചെയ്യുമ്പോൾ പോലും അത് പരിഹസിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരു സിനാരിയോ അനാവശ്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്ന ആളുകൾ, സമരം എന്ന ജനാധിപത്യ മുറയെ അംഗീകരിക്കുന്ന മനുഷ്യർക്ക് ഒരു നിലയ്ക്കും സമീപിക്കാൻ കഴിയുന്ന കാര്യമല്ല. പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയാണ്, എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചു വരുന്നവരുണ്ടാവില്ലേ എന്ന്. അദ്ദേഹത്തിന് എന്തിനാണ് ഈ പരിധി കവിഞ്ഞ വധശ്രമ ഭയം എന്ന് മനസ്സിലാവുന്നില്ല. അതായത് വിമാനത്തിൽ കയറി രണ്ടുപേർ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവർക്കെതിരെ വധശ്രമ കേസ് ഇടുകയാണ്. ഈ വരുന്ന ആളുകൾ മുഴുവൻ കരിങ്കൊടി കാണിക്കും. മുഖ്യമന്ത്രി നല്ല ഹൈറ്റിലായിരിക്കുന്നത്, ഹൈറ്റിലേക്കും താഴെ എവിടെയോ ഒരാൾ കരിങ്കൊടി കാണിക്കുന്ന ആൾ തന്നെ കൊല്ലാൻ വരികയാണ് എന്ന അധിക ഭയം എന്തിനാണ് ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തുനിന്ന് മനസ്സിലാവുന്നില്ല. ആ ഭയത്തെ അപ്പാടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പടയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു ഭയം ഉണ്ടായിക്കൂടാ, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവരുത്, ഉണ്ടാക്കാൻ വരുന്നവരെല്ലാം തല്ലി ഓടിക്കണമെന്നാണ്. അപ്പോൾ ഈ യാത്രയെ എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ പ്ലേസ് ചെയ്യാൻ ആലോചിച്ചത്, പദ്ധതി ഇട്ടത്, അതിന് നേരെ കൗണ്ടർ പ്രൊഡക്റ്റീവായ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു ഇമേജ് സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അബദ്ധമാണ്. ഇത് ഒഴിവാക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു. ഈ കരിങ്കൊടിയെ അവഗണിക്കലായിരുന്നു. സർക്കാരിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇതിപ്പോൾ എന്താണ്? ഈ സർക്കാർ ഒരു മുഷ്ടി സർക്കാരാണ്. ഈ സർക്കാർ അനാവശ്യമായ ധിക്കാരം കാണിക്കുകയാണ്. പ്രതിഷേധിക്കുന്നവരെല്ലാം ഈ സർക്കാർ കൈകാര്യം ചെയ്യും എന്ന ഇമേജ് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ്. ആവർത്തിച്ച് അതേ സീൻ ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ മിടുക്കാണെന്നും നമ്മളെ ജനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ്സുകാരെ വഴിയിലിട്ടിടിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് വോട്ട് കൂടാൻ പോകുകയാണെന്നും ആരോ പിണറായി വിജയനെ ഉപദേശിക്കുന്നോ, അതോ CPIM-നെ ഉപദേശിക്കാൻ സാധ്യതയില്ല. കാരണം അവർക്ക് ഗ്രൗണ്ട് മനസ്സിലുണ്ടാവുന്നു. പിണറായി വിജയനെ ആരോ ഉപദേശിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കയ്യൂക്കിൻ്റെ അക്രമത്തിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആളുകൾ കുറച്ചുകൂടെ ഹെൽത്തി പൊളിറ്റിക്സ് ആഗ്രഹിക്കുന്നു. അതിലൊരു പ്രശ്നമുണ്ട്.
പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുന്ന, ഒരു രാഷ്ട്രീയ നേതാവ് എമേർജ് ചെയ്ത് വരുന്ന സാഹചര്യം, പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം ഒക്കെ ഉണ്ട്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു നോക്കുക. പി കൃഷ്ണപിള്ള ഉയർന്നു വന്നത് എങ്ങനെയാണ്? പി കൃഷ്ണപിള്ള ഒരു സംഘാടകനായിട്ടായിരുന്നു. സഖാവ് എന്ന് പറഞ്ഞാൽ സംഘാടകൻ എന്ന് തന്നെയാണ് പാർട്ടിയെ എല്ലാ സ്ഥലത്തും ഏത് കാലത്തും പഠിപ്പിക്കുന്നത്. അദ്ദേഹം ആ കാലം മുതൽ, കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ ഇല്ലാത്ത കാലം മുതൽ തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുന്നു. അങ്ങനെ വന്ന് ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കുന്നു, മറ്റ് ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്നു, പാർട്ടി ഉണ്ടാക്കുന്നു. അവസാനമായിട്ട് കൃഷ്ണപിള്ളയ്ക്ക് ശേഷം ഈ AKGയിലേക്ക് വരുമ്പോഴുള്ള സംഭവം എങ്ങനെയാണ്? AKG സമരങ്ങളുടെ സംഘാടകനായിട്ട് വരുന്നു. കേരളം മുഴുവൻ പാർട്ടി ഭരിക്കുമ്പോഴാണെങ്കിലും, ആര് ഭരിക്കുമ്പോഴാണെങ്കിലും, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്താണെങ്കിലും, പട്ടിണിയാത മുതൽ ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് കേരളത്തിന് ശേഷം വരുമ്പോൾ മിച്ചഭൂമി സമരം, അതല്ലെങ്കിൽ നമ്മുടെ ഇടുക്കി പോലത്തെ അണക്കെട്ടുകൾക്കൊക്കെ ഭൂമി എടുത്ത സമയത്ത് കുടിയിറക്കപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ കുടിയിറക്കപ്പെട്ട ആൾക്കാർക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അമരാവതി സമരം. ഇങ്ങനെ സമരങ്ങളിലൂടെ AKG വരുന്നു. AKG സമരങ്ങളിലൂടെയും കൃഷ്ണപിള്ള സംഘാടനത്തിലൂടെയും ഒരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് അതിന് സിദ്ധാന്തം പറഞ്ഞാൽ മതി എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ, സൈദ്ധാന്തികമായിട്ടുള്ള ഏർപ്പാടുകൾ മാത്രം മതി എന്നുള്ളൊരു ഘട്ടത്തിൽ പാർട്ടി എത്തിയപ്പം EMS വരുന്നു. EMS വളരെ സൈദ്ധാന്തികനാണ്. അദ്ദേഹം ലോകത്ത് മുഴുവൻ പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഈ പാർട്ടിക്ക് 3 സൈദ്ധാന്തികരേ ഉള്ളൂ. മാർക്സും എംഗൽസും കഴിഞ്ഞാൽ EMS ആണ്. അങ്ങനെ മൂപ്പരൊരു സൈദ്ധാന്തികനായിട്ട് വരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പുകളുടെ കാലമായി, തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ജയിക്കുമെന്നായി, തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കിട്ടും, മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വന്നപ്പം ആളുകളെ കൂടെ നിർത്തണം, പൊതുയോഗങ്ങളിൽ മാസ് ആയിട്ട് മാസ് ലീഡേഴ്സ് വേണം എന്നുള്ളൊരു ഘട്ടം, ക്രൗഡ് പുള്ളേഴ്സ് വേണം എന്നുള്ളൊരു ഘട്ടം വരുമ്പോഴത്തേക്ക് EK നായനാർ വരുന്നു. ഇങ്ങനെ വന്നവരാണ്. അതിന് ശേഷം ഈ തലമുറയിൽ വരുമ്പോഴുള്ള 2 ആൾക്കാരെ നമുക്കറിയാം. VS വരുന്നത് അറിയാം. VS ഈ VSൻ്റെ ഭാഗത്ത് നിന്നും മാത്രമുള്ള അക്കൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ പുനഃപ്രവേലാർ സമരം മുതൽ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളുടെ ഓർമ്മയിൽ വെച്ചിട്ടാണെങ്കിൽ മൂപ്പരെ വെട്ടിനിരത്തൽ സമരം പോലെ, കർഷക തൊഴിലാളി യൂണിയൻ സമരം പോലെ ഉള്ള ഈ സമരങ്ങളിലൂടെ മൂപ്പര് വരുന്നു. അതേ സമയത്ത് സഖാവ് പിണറായി വിജയൻ എങ്ങനെ വരുന്നത്? സഖാവ് പിണറായി വിജയൻ വരുന്നത് തലശ്ശേരിയിലെ തല്ലിലൂടെ, സമരങ്ങളിലൂടെയാണ്. മൂപ്പർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം തലശ്ശേരിയിൽ നടക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിൽ മൂപ്പര് പ്രതിയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരും RSSകാരും പറയുന്ന ഒരു സാധനം. അതിനുശേഷം പുള്ളി തന്നെ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ പുള്ളി ബ്രണ്ണൻ കോളേജിൽ മൂപ്പര് കടന്നു വന്നത് ഒരു പ്രത്യേക ആക്ഷനിലൂടെയാണ് കടന്നു വന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഊരി പിടിച്ച വടിവാളുകൾക്കും കത്തികൾക്കും ഇടയിലൂടെയാണ് കടന്നു വന്നതെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വന്നിട്ടുള്ള ഒരാൾക്കിടെ അതാണല്ലോ മൂപ്പര് എമർജ് ചെയ്ത് വന്ന സാഹചര്യം. അടി, പിടി, തല്ലിയമർത്തൽ, പ്രത്യേക ആക്ഷനുകൾ. നാസർക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ സംഘർഷങ്ങളിലൂടെ കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് വല്ലാത്ത ഒരുതരം പ്രത്യാക്രമണ ഭീഷണി, ഭയം ഇദ്ദേഹം നേരിടുന്നുണ്ടോ? പ്രത്യാക്രമണം എനിക്ക് അങ്ങനെയല്ല ആക്രമിക്കപ്പെട്ടേക്കാം. അതിനേക്കാൾ കൂടുതൽ മൂപ്പർ ഈ ബ്രണ്ണൻകോളയിൽ ഇയാളെ കണ്ടപ്പോഴത്തേക്ക് സുധാകരനെ കണ്ടപ്പോഴത്തേക്ക് ഓടിയത്തിന് മൂപ്പർ പ്രത്യേക ആക്ഷൻ കെട്ടി അകറ്റി നിർത്തിയെന്ന് മൂപ്പർ പറഞ്ഞ കഥയുണ്ടല്ലോ. ആ കഥ തന്നെയല്ല ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് എതിരാളികൾ അല്ലെങ്കിൽ ആൾക്കാരുകൾ കൂടുമ്പോഴത്തേക്ക് മൂപ്പർക്ക് തന്നെ ഈ പ്രത്യേക ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇത് ഉള്ളിലുണ്ടെങ്കിൽ മൂപ്പരെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും അത് ഉണ്ടാവില്ലേ? അങ്ങനെ ഈ പ്രത്യേക ആക്ഷനിലൂടെ മൂപ്പർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സുധാകരൻ മറുപടി പറഞ്ഞത് അതാണ്. ബ്രണ്ണൻ കോളേജിൽ എൻ്റെ സീനിയറിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, തിരിച്ചടിയും ഉണ്ടാകും ആ രീതിയിൽ തന്നെ എന്നുള്ളൊരു മറുപടിയും കണ്ടു. എന്തായാലും ഈ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയായിരുന്നു ഈ ജാഥ വിഭാവനം ചെയ്തതെങ്കിൽ പ്രതിച്ഛായ തീർത്തും മോശമാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ എന്ത് പുതിയ യാത്ര സർക്കാർ നടത്തേണ്ടി വരും എന്നതിനെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടി വരും.